ഞങ്ങൾ ജീവനോടെ തിരിച്ചു വന്നു. അതെ, രണ്ടാം ജന്മം. ശരിയായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം ഇന്നത്തെ വീഡിയോ അല്ലേ. വെൽക്കം ബാക്ക്. അപ്പൊ ഞങ്ങൾ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒറ്റപ്പാലം സ്റ്റാൻഡിലെത്തി ഇറങ്ങണം. ഒറ്റപ്പാലം സ്റ്റാൻഡിൻ്റെ ആ ഒരു ഫ്രെയിം നോക്കി നല്ല ഭംഗിയില്ല കാണാൻ. സെറ്റായിട്ടില്ലേ? അടിപൊളിയുണ്ട്. ഞങ്ങൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. അപ്പോൾ നേരെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ട്രെയിനാണ്, വന്ദേ ഭാരതിലാണ് പോകുന്നത്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഏതാ ഡ്രസ്സ്, അടിപൊളി കോസ്റ്റ്യൂമിൽ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങണതിന് മുന്നേ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് മേളം കപ്പയിലേക്ക് പോകാം. എണ്ണ കടയില്ലേ ഇല്ലൊക്കെ കൊടുക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടേക്ക് പോണേന് ഫസ്റ്റ് എന്താ ഓർമ്മ വന്ന്? അലുവ വന്നോണ്ടിരിക്കുകയാണ്. ഇതാ വരുന്നു. കളർ മാറ്റണ്ടല്ലോ. ബൈ. പിന്നെ ഏകദേശം 9:50 ഒരു 10 മിനിറ്റിൽ ട്രെയിൻ വരും. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 7 ട്രെയിൻ. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വീഡിയോ ഫുൾ എന്തായാലും കാണിക്കും. പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന ട്രെയിനിലാണ്. അപ്പോൾ സമയം 10 മണിക്കാണ് ഇവിടെ ഷൊർണൂർ എത്തുക. ഏകദേശം 11 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും. 1 മണിക്കൂർ, ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തുന്നത്. 1 മണിക്കൂർ കൊണ്ട് 100-ലേറെ കിലോമീറ്റർ കവർ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, ഫുൾ അനുഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ? ഞാനും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. നല്ല സീറ്റൊക്കെ ഉണ്ട്, കാലൊക്കെ കേൾക്കാൻ സ്ഥലമുണ്ട്. ഇതവിടെ നല്ല ഡാഷ്ബോർഡിൽ എല്ലാ സീറ്റും ഫുഡൊക്കെ വെച്ച് കഴിക്കാനാവില്ലേ? കോട കിടക്കണ്ട, അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ഗ്ലാസ്സൊക്കെ അടിപൊളിയാണ്. സീറ്റൊക്കെ നല്ല കംഫർട്ടബിൾ സീറ്റ്സാണ്. എല്ലാവർക്കും ഇവിടെ ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമോയെന്നറിയില്ല, വെയിറ്റ് ചെയ്യണം. കിട്ടുമായിരിക്കില്ലേ? അതിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീഡിലാണ് പോകണം. പക്ഷേ അത്യാവശ്യം കംഫർട്ടബിളാണ്. നമുക്ക് അങ്ങനെ കുലുക്കൊന്നും ഇല്ലല്ലേ. ഞങ്ങളും ഷൊർണൂരിൽ നിന്ന് കയറിയതാണ്. ഞങ്ങളെ അവർ സ്വാഗതമൊക്കെ ചെയ്തിട്ടുണ്ട്. ടി ഒക്കെ വന്ന് ഞങ്ങളുടെ കയ്യിൽ പേര് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. എന്താണോ അങ്ങനെ ഞങ്ങൾക്ക് ഓരോ കുപ്പി വെള്ളം കിട്ടി. ആദ്യം തന്നെ അടുത്ത ബാങ്ക് ഒക്കെ അപ്പോൾ അവരൊരു ഫോം കൊടുക്കുന്നു. നമ്മളതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ടോയ്ലറ്റിൽ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. ഇങ്ങനെ വൃത്തിയുമ്പോൾ വാങ്ങാൻ വേണ്ടി അത്യാവശ്യം നീറ്റാണ് കാര്യങ്ങളൊക്കെ. എൻ്റെ ലോക്കിങ് വന്നിട്ട് ഇതാ ഇതേപോലെ അങ്ങനെ കറക്കിയിട്ട് ഇതിനുള്ളിൽ വയ്ക്കും. അതാണ് അതിൻ്റെ ലോക്ക്. വെള്ളം സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അത്യാവശ്യം വൃത്തിയുണ്ട്. കാരണം നമ്മളൊരു പ്രീമിയം ലെവലിലാണല്ലോ പോകുന്നത്, വന്ദേ ഭാരത് എന്നൊക്കെ പറയുന്നത്. നമുക്കങ്ങനെ കോഫിയൊക്കെ അവർ കൊടുന്നു. കോഫിൻ്റെ ബിസ്ക്കറ്റ്സും കുടിച്ചോ കൊള്ളാം, അടിപൊളി കോഫി. എന്താ കോഫിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഈ ഓട്സിൻ്റെ ഒരു ബിസ്ക്കറ്റും ഉണ്ട്. ചായ കോഫി പൊട്ടി കിട്ടല്ലേ? ഞങ്ങൾ കോഫി കുടിച്ചു. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ബോർഡുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ന്യൂസ് പേപ്പറും അതേപോലെ ഒരു വാട്ടർ ബോട്ടിൽ സെർവ് ചെയ്യും. പിന്നെ ഇതിൻ്റെ മെനു കാണാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് നോക്കി നോക്കാം. ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ. വെജ് ബിരിയാണി 70 രൂപ, 80 രൂപ. ചിക്കൻ ബിരിയാണി 100, 110. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് അല്ലേ. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കുന്നില്ല, കാരണം അടുത്ത സ്റ്റോപ്പിലെത്തും. 11 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും. ഞാൻ അവിടെ കോഴിക്കോട് എത്തിയിട്ട് വേണം ബാക്കി പരിപാടി. നല്ലൊരു മട്ടൻ ബിരിയാണി കഴിക്കണം, കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ബിരിയാണി. അങ്ങനെ കോഴിക്കോടെത്തി. കല്ലായി കടപ്പുറത്തിൻ്റെ സൈഡിൽ അല്ലേ ബോട്ടൊക്കെ ഉണ്ടല്ലോ, നൈസ്. ഞങ്ങൾ ഇറങ്ങാനായി. എത്ര പെട്ടെന്ന് സമയം പോയതെന്ന് അറിയില്ല. ആ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും കോഴിക്കോട് എത്തി. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി കോഴിക്കോടെത്തി. ഞാൻ എന്നെ കാണാനില്ലല്ലോ. കോഴിക്കോടത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. പരിപാടി തുടങ്ങി മക്കളെ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കാണ്. ഭയങ്കര വെയിലാണ് ഇവിടെ.
ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത്, പാരഗൺ ബിരിയാണി. അപ്പോൾ അവിടേക്ക് നടക്കാണ്, വഴി അറിയില്ല, മാപ്പ് നോക്കി നടക്കണം. അങ്ങനെ ട്രാക്ക് മുറിച്ച് കിടക്കാണ്. പേരാമൗണ്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഹൈവേയുടെ സൈഡ് പിടിച്ചിങ്ങനെ നടക്കണേ. ആദ്യം തന്നെ ഒരു സ്ട്രീറ്റ് കയറാൻ പോവാണ്. അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കിയോട്ടെ. ഇതിഞ്ചി കണ്ണട കിട്ടി, ബൈ 1 get 1. കൊച്ചിയുടെ ഹൃദയം, കൊച്ചല്ല കോഴിക്കോട് SM സ്ട്രീറ്റ്. ഇവിടുന്നാണ് എല്ലാവരും അലുവയ്ക്ക് പഠിക്കുന്നത്. ആണ് മാനാഞ്ചിറയത്തെ ലേക്ക്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കണ്, റോഡ് സൈഡിൽ കൂടെ തന്നെ നടക്കുന്നത്. 1.5 കിലോമീറ്റർ കൂടി ഉള്ളൂ. എന്തായാലും വിശപ്പും ആയിട്ടില്ല. ഏകദേശം സമയം 12 മണി കഴിഞ്ഞിട്ടുള്ളൂ. കണ്ണൂരിൽ നിന്ന് കരുതിയല്ലോ. അങ്ങനെ PWD കോംപ്ലക്സിൻ്റെ അവിടെ എത്തി, കോഴിക്കോട് PWD. പേരകളിലെത്തി. ഇവിടെ ഏകദേശം അരമണിക്കൂർ വന്നു. ആരും സ്ഥലം കിട്ടി. പേരകളിലെ മട്ടൻ ബിരിയാണി കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു മിൽക്ക് സർബത്തിൻ്റെ ഒരു കട ഉണ്ട്, അവിടെ നിന്ന് കയറി പോകണം. നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് 2-3 കിലോമീറ്റർ നടന്നു. ഓട്ടോക്കാരൊക്കെ അടിപൊളിയാണ്, അധികം റേറ്റ് ഒന്നും ആയില്ല. നേരെ ലുലു മാൾ, കോഴിക്കോടിലെ ലുലു മാൾ. മാത്രമല്ല ഇത് പാലക്കാടിനെയും വെൽക്കാടിനെയും വലുതാണ്. ഇവിടെ നേഷൻ്റെ ഏതാ മേടിക്കണേ? 200 നമുക്ക് പറ്റില്ല. പറയും ക്യാമറ ഓണാക്കിയപ്പോൾ ഒന്നും പറ്റില്ല. എങ്ങനെയുണ്ട് കോഴിക്കോട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളി. നോക്കുമ്പോൾ ആരും കാണാനില്ലല്ലോ. പോടാ എല്ലാവരും ഉണ്ട്. ഉള്ളിൽ കയറാം. അപ്പോൾ ഇതാണ് മറ്റേ സാധനമല്ലേ VR-ൻ്റെ. ഇതൊക്കെ എന്താ റേറ്റാണാവോ? പറഞ്ഞുള്ള കുട്ടികളാണ് ഇവിടെയൊക്കെ. 75 രൂപ. കുട്ടിക്ക് കളിക്കാനൊരു ഗണ്ണ് മേടിക്കും. സോക്സ് ഒക്കെ എന്തിനാ? 6 സെറ്റാ? 6 സെറ്റ് 250. അപ്പോൾ ഇതാ പച്ച കളർ ചെരുപ്പ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞത് അവിടെ ഇട്ടു. അടുത്തത് നീല നോക്കുന്നുണ്ട്, റെഡ് ടൈപ്പിൻ്റെ നീല സാധനം. അതെടുക്കുമോ? എടുക്കണ്ടല്ലോ. 2000 ചെരുപ്പുകളിലൊക്കെ 2000. അത് വെട്ടിയടാ, വെട്ടി. വട്ടിയില്ലെങ്കിൽ രസമുണ്ടാവും. ഏത് ഷൂസ് വേണ്ട? എല്ലാത്തിനും വൻ വിലക്കുറവാണ്. 1700 1800 രൂപയുള്ളൂ. ഏത് കണ്ടിട്ട് മേടിക്കാതെ വിട്ട സാധനം. വളരെ അത്യാവശ്യമുള്ളൊരു സാധനം. കയ്യിലിട്ട് നടക്കാല്ലേ. താങ്ക് യു. ദീപാവലിക്ക് ലുലു മാൾ വന്നു. ഒരു കാര്യമില്ലല്ലേ, ഒരു ഓഫറും ഇല്ല, ഒന്നുമില്ല. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ വന്നാണ്. ദീപാവലി ആയിട്ട് എന്താ മേടിക്കാൻ നമുക്ക്? പടക്കല്ലടാ, സ്വീറ്റ്സ്. അതൊക്കെ തെറ്റാണ്. ഇതിലത്തെ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. അടിപൊളി കളറിലെ ലഡു കണ്ടുപിടിച്ചു. 100 രൂപയുള്ളൂ. എത്ര പീസുണ്ട്? 8 പീസുണ്ട്. നല്ല വെറൈറ്റി അലുവൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലുലു മാൾ വിസിറ്റ് ചെയ്യാനൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ ഷോപ്പിംഗ്. ഞങ്ങൾ മേടിച്ചത് ഇതാ. കഴിഞ്ഞു. നമ്മളെല്ലാ ഭാഗം കവർ ചെയ്തിട്ടില്ലല്ലോ. കവർ ചെയ്തു. ഈ ഒരു ബാഗാണ് ഞങ്ങൾ മേടിച്ചത്. ഇനിയൊന്നുമില്ലടാ. കോഴിക്കോട് വന്നിട്ട് പിന്നെ ബീച്ചിൽ പോയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ബീച്ച് സൈഡ് എത്തിയിരിക്കുക. അപ്പം ഒന്ന് ഇവിടുത്തെ കുറേ കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണെന്നാണ് അറിഞ്ഞത്. നോക്കിയോ കാണുന്ന കടകളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെയാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അതേപോലത്തെ സ്പേസുകളാണ് ഫുള്ള്. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ കടകൾ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കാര്യമാണ്. ഭയങ്കര വെയിലുണ്ട്. ഏകദേശം 4 മണിയായി. ഞങ്ങൾക്ക് ബാക്കിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി SM സ്ട്രീറ്റ് പോകണം. കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ കാണാനില്ല. ആ ബോട്ട് പോകണുണ്ടോ? അതേപോലെ നമ്മളും പോയിഞ്ഞിപ്പോൾ എന്തൊക്കെ ആവണാവോ. ഞങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണതാ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് വെള്ളം വന്നിട്ട് ആയിട്ട് എന്തെങ്കിലും പറയാൻ കളറ് കുമ്മില്ലേ തള്ളി എങ്ങോട്ടാ? എന്തായാലും ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്.
പറപ്പിച്ചു വിടറ്. പോയാ പോയി. ഇവിടെ ആ കാണുന്ന അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ വേഗം ഫോട്ടോ എടുത്തോ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരു ചാട്ടല്ലേ. ആ മാറി മാറി എൻ്റെ മോനെ. ഫോണൊക്കെ ടൈറ്റിൽ പിടിച്ചിട്ടുണ്ട്. എവിടേക്ക് പോണേ? ഞങ്ങൾ ജീവനോടെ തിരിച്ചു വന്നു. അതെ, രണ്ടാം ജന്മം. കോഴിക്കോട് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ട്രിപ്പിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് മുന്നിൽ പോകുന്നത്. ഒരവസാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇനി വീണ്ടും ഒരു അവസാനം ഉണ്ടാവും. തീർന്നത് ഒരു ഇടിയൊക്കെ വെട്ടി. നിന്നെ കാണാൻ ഒരു ഫോറിനർ ലുക്ക് ഉണ്ടറാ. നിന്നെ തന്നെ തൊപ്പിയൊക്കെ വെച്ച് കുറെ പേര് കളിപ്പാട്ടങ്ങളൊക്കെ പഠിക്കണം. ഒരു പട്ടം പിടിച്ചാലോ പറത്തിവിടാൻ. നടന്ന് ഒരു എൻ്റെ എത്താറായി. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് പോയി നോക്കട്ടെ എന്താ സംഭവം. ഇതേപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് പണ്ടുണ്ടാകുന്നതാണോ ഇപ്പോൾ പണിഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇത് കാണുന്നത്. 2021 വന്ന ഫ്രീഡം സ്ക്വയറാണ്. ഫ്രീഡം സ്ക്വയർ എന്ത് ഇപ്പമാര് കാണിക്കണേ? ഇത് ഫ്രീഡം സ്ക്വയർ ആണ്. ബീച്ചിൽ വന്ന് നല്ല അടിപൊളി ഒരു സ്പോട്ട് കണ്ടു. ഈ സൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചായ അവിടെ കിട്ടും. എന്നാ ചായ കുടിക്കാം. അങ്ങനല്ല, കോഴിക്കോട് വന്ന് ബസ് കയറിയില്ലേ? മാനാഞ്ചിറ സ്ക്വയർ. വീണ്ടും ഞങ്ങൾ SM സ്ട്രീറ്റിലെത്തി. ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവായി. ഇനി വേറെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊന്നും. ഇതിലും ഇവിടുത്തെ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയുണ്ട്. അലുവയോട് അലുവ വന്നിരിക്കുന്നു. സുഖാണ് കാണാനല്ലേ. കൈക്ക് 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 ഈ കഴിക്കും. െത്തി. അപ്പോൾ ഇവിടുന്ന് കല്ലുമ്മക്കായും കൂടി ടേസ്റ്റ് ചെയ്തു. കുറച്ച് അലുവയൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല കോഴിക്കോടൻ അലുവ. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.